പാകിസ്ഥാൻ ഇപ്പോൾ സൗദിയിൽ അഭയം തേടിയിരിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ ഏത് നിമിഷവും ഇന്ത്യയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഒരു ആക്രമണം നേരിടാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ സൗദിയിൽ അഭയം തേടിയ പാകിസ്ഥാൻ പറയുന്നത് സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു പാക് നാറ്റോ സഖ്യം രൂപീകരിക്കണം. അതിൻ്റെ കരാറുകൾ ഒപ്പുവെച്ചു. പാകിസ്ഥാനെ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചാൽ അത് സൗദിയെ കൂടെ ആക്രമിക്കുന്നതിന് തുല്യമായി കണക്കാക്കണം. സൗദി ആക്രമിച്ചാൽ പാകിസ്ഥാനും രംഗത്തെത്തും. ഇതാണ് ഈ കരാറിൻ്റെ ക്രക്സ് അല്ലെങ്കിൽ ആകെത്തുക എന്ന് പറയുന്നത്. ഇപ്പോഴിതാ വലിയ ചോദ്യങ്ങളാണ് അതിന് നേരെ ഉയർന്നു വന്നത്. ആദ്യം ഇന്ത്യ ചോദ്യം ഉയർത്തി, അതായത് പാകിസ്ഥാനെ ആക്രമിച്ചാലല്ലേ, പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദ ആക്രമണങ്ങൾ സൗദി അറേബ്യ ഏറ്റെടുക്കുമോ എന്നാണ് ഇന്ത്യ പ്രധാനമായിട്ടും ചോദിച്ചത്. ഇപ്പോൾ ഹൂത്തികൾ സൗദി അറേബ്യയെ ആക്രമിക്കുന്ന ഒരു വിഭാഗമാണ്. ഈ ഹൂത്തികളുടെ നിരന്തരമായിട്ടുള്ള ആക്രമണം സൗദി അറേബ്യയിൽ ഉണ്ടാകാറുണ്ട്. ഈ ഹൂത്തികൾ സൗദി അറേബ്യ ആക്രമിച്ചാൽ പാകിസ്ഥാൻ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഈ പ്രതിരോധ കരാർ അതിലേതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ ആ രാജ്യം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു വശത്ത് ഗൾഫിലെ മുസ്ലിം രാജ്യങ്ങൾ ഖത്തറിനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ ഭയപ്പെടുമ്പോൾ മറുവശത്ത് മെയ് മാസത്തിൽ ഇന്ത്യയുടെ വ്യോമാക്രമണത്തിന് ശേഷം ഇന്ത്യയുമായുള്ള സംഘർഷം പാകിസ്ഥാൻ ഭയപ്പെടുന്നു. എന്തായാലും ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നുള്ള ഭാവി ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്ന് പാകിസ്ഥാൻ വിശ്വസിച്ചേക്കാം. എന്നാൽ വാസ്തവത്തിൽ ഷഹബാസ് ഷെരീഫ് ഈ കരാറിൽ വലിയൊരു തെറ്റ് ചെയ്തു. കാരണം പാകിസ്ഥാൻ ഒപ്പുവെച്ച രേഖ പ്രകാരം യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതരെതിരെ സൗദി അറേബ്യയ്ക്ക് വേണ്ടി പോരാടേണ്ടത് നിർബന്ധിതമാക്കിയിരിക്കുന്നു. സൗദി അറേബ്യ ഇതുവരെ ഈ പോരാട്ടത്തിൽ വിജയിച്ചിട്ടില്ല. പാകിസ്ഥാൻ സൗദി അറേബ്യയുടെ കൂലിപ്പട്ടാളമായി മാറുകയാണോ എന്നുള്ളതാണ് വേറൊരു കാര്യം. ഹൂത്തികൾ ഇതുവരെ പാകിസ്ഥാനെ ആക്രമിച്ചിട്ടില്ല. പക്ഷേ ഹൂത്തികൾക്ക് പാകിസ്ഥാനെ ആക്രമിക്കാൻ വളരെ എളുപ്പമാണ്. ഹൂത്തികൾക്ക് കടൽ മാർഗമായിരുന്നാലും വ്യോമമാർഗമായിരുന്നാലും പാകിസ്ഥാനെ അടിക്കുക എന്നുള്ളത് വളരെ സുഗമമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആ ഭാഗത്തുനിന്നുകൂടെ അടി വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ താങ്ങില്ല എന്നുള്ളതാണ് ഇതിൽ വേറൊരു കാര്യം. ഈ കരാർ പ്രകാരമാണെങ്കിൽ ഹൂത്തികൾ സൗദിയിലേക്കും ഒരു മെസ്സേജ് അയച്ചാൽ ഹൂത്തികളെ തകർക്കേണ്ട ബാധ്യത കൂടെ പാകിസ്ഥാൻ്റെ തലയിൽ വരുമെന്നുള്ളതാണ്. എന്തായാലും സൗദി അറേബ്യയുടെ കൂലിപ്പട്ടാള സൈന്യമായി മാത്രമാണ് പാകിസ്ഥാനെ ഇപ്പോൾ കാണുന്നത്. ഈ കരാർ പുതിയതല്ല. സൗദി അറേബ്യയും പാകിസ്ഥാനും മുമ്പ് ഇത്തരം പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.